ചലച്ചിത്ര സംവിധായകയെ അപമാനിച്ചുവെന്ന കേസിൽ CPIM സഹയാത്രികനും മുൻ MLA-യുമായ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ പോലീസ് റിപ്പോർട്ട്. പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. MG പ്രദേശ് വിവരങ്ങൾ മറ്റൊന്ന്. പ്രദേശ് CCTV അടക്കം പരിശോധിച്ച ശേഷമാണ് പരാതിയിൽ കഴമ്പുണ്ട് എന്ന പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി PT കുഞ്ഞുമുഹമ്മദ് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പ്രദേശ് ഹഷ്മി, തീർച്ചയായും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഈ PT കുഞ്ഞുമുഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇതിന് പിന്നാലെ കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. സീൽ വെച്ച കവറിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിലാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിയിൽ കഴമ്പുണ്ട് എന്ന കാര്യം പോലീസ് പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവം നടന്ന ഹോട്ടൽ മുറിയിലടക്കം പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഹോട്ടലിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും PT കുഞ്ഞുമുഹമ്മദിന് എതിരാണ്. പരാതി പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കുന്നതാണ് എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യം. ആ റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട ദിവസം ഇന്നായിരുന്നു. പക്ഷേ ഇന്ന് കോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏത് ദിവസമായിരിക്കും ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുക എന്ന കാര്യം അറിയില്ല. നാളെയോടുകൂടി തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഒപ്പം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്ന ശേഷം മറ്റ് തുടർ നടപടി മതി എന്ന നിലപാടാണ് പോലീസിന് ഉള്ളത്. ഈ നേരത്തെ PT കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സാഹചര്യത്തിൽ അതിന്റെ വിധി കോടതി തീരുമാനം വന്നതിന് ശേഷം ആ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നതാണ് നിലവിൽ പോലീസിന്റെ നിലപാട്. എന്തായാലും നേരത്തെ വലിയ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം PT കുഞ്ഞുമുഹമ്മദ് ഇടത് സഹയാത്രികൻ കൂടിയായ മുൻ MLA-ക്കെതിരായിട്ടുള്ള പരാതിയിലെ നടപടികൾ വളരെ വൈകുന്നുണ്ട്. അക്കാര്യത്തിൽ ഉൾപ്പെടെ പോലീസിനും സർക്കാരിനും ഒരു മെല്ലെപ്പോക്കുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.